സർ, അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ട് ഏകദേശം അരനൂറ്റാണ്ട് പിന്നിടുന്ന ഈ ഒരു വേളയിൽ ശശി തരൂർ ലേഖനത്തിലൂടെ വീണ്ടും പുതിയൊരു വിമർശനം ഇന്ദിരാഗാന്ധിക്കെതിരെ, അടിയന്തരാവസ്ഥ കാലത്തിനെതിരെ ഒക്കെ ഉന്നയിക്കുകയാണ്. പക്ഷേ ശശി തരൂർ ഇതിനു മുൻപും പലതവണ അടിയന്തരാവസ്ഥയെക്കുറിച്ചും ഇന്ദിരാഗാന്ധി അന്നെടുത്ത പല തീരുമാനങ്ങളെക്കുറിച്ചുമുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ഇന്നിതിവിടെ ചർച്ചയാകുന്നത് ഈ ഒരു അവസരത്തിൽ ശശി തരൂർ എടുക്കുന്ന അദ്ദേഹത്തിന്റെ ചില രാഷ്ട്രീയ നിലപാടുകൾ, ഒപ്പം അടിയന്തരാവസ്ഥയെക്കുറിച്ച് കഴിഞ്ഞ കുറെ നാളുകളായി നിരന്തരം ബി.ജെ.പി ഉന്നയിച്ചു വരുന്ന ചില ആരോപണങ്ങളൊക്കെയുണ്ട്. അതിനൊക്കെ കൂടുതൽ ആക്കം പകരുന്നതാണ് ശശി തരൂരിന്റെ ഈ ഒരു ലേഖനത്തിൽ പരാമർശിച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ എന്നത് വ്യക്തമാണ്. ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ പലതവണ ശശി തരൂരുമായി ബന്ധപ്പെട്ട ഇത്തരം വിഷയങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്തിട്ടുള്ള ഒരാൾ എന്ന നിലയിൽ സാർ എങ്ങനെ വിലയിരുത്തും ശശി തരൂരിന്റെ ഈ ഒരു വിമർശനത്തെ, ഈ ഒരു ലേഖനത്തെ? കാരണം ഇത് ഇപ്പോൾ ഉണ്ടാക്കുന്ന ഇമ്പാക്ട് എന്ന് പറയുന്നത് ചെറുതല്ല. എനിക്ക് ശശി തരൂരിന്റെ ഈ ലേഖനം കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ തന്നെ ഒരു ബുക്കുണ്ട് പ്രൈം മിനിസ്റ്റർ മോഡിജിയെ കുറിച്ച്, ദ പാരഡോക്സിക്കൽ പ്രൈം മിനിസ്റ്റർ എന്ന് പറഞ്ഞ ഒരു ബുക്ക്. അത് 2019 ഇലക്ഷന് മുമ്പേ വന്ന ബുക്കാണ്. എനിക്ക് ഓർമ്മ വരുന്നത് അതാണ്. ഞാൻ ഈ ലേഖനം വായിച്ചിട്ട് എനിക്ക് മനസ്സിൽ വരുന്ന ഒരു ഹെഡിങ്, ദ പാരഡോക്സിക്കൽസ് ഡോക്ടർ ശശി തരൂർ എന്നാണ്. അദ്ദേഹം ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന പല കാര്യങ്ങളും അദ്ദേഹം നേരിട്ട് ടിപ്പിക്കൽ പൊളിറ്റീഷ്യനെ പോലെ അദ്ദേഹം ഖണ്ഡിക്കുകയല്ല, അപ്പൊ അതൊക്കെ വളരെ വളരെ ചുരണ്ടുക എന്ന് പറയത്തില്ലേ മലയാളത്തില്, അതാണ് ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ പല ലിബറൽ വ്യൂസിനെ അദ്ദേഹം ചുരണ്ടിക്കൊണ്ടിരിക്കുകയാണ്. അത് കോൺഗ്രസിനെ എംബറസ് ചെയ്യാനായിരിക്കും, ബി.ജെ.പിയെ സന്തോഷിപ്പിക്കാനായിരിക്കണം. പൊളിറ്റിക്കലി അതിന്റെ ഫലം അദ്ദേഹം കാണുന്നുണ്ട്. പക്ഷെ ഇതൊരു അദ്ദേഹം പറഞ്ഞതിലൊരു ഫാക്ട് ഉണ്ട്. അതായത് എമർജൻസി ഇന്ത്യയുടെ സംബന്ധിച്ചോളം ഒരു ഡാർക്ക് ഇറ ആയിരുന്നു എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അത് കോൺഗ്രസ്സുകാരും പോലും ഇപ്പോഴും അതും ന്യായീകരിക്കുന്നില്ല. ഇന്ദിരാഗാന്ധിയുടെ അടുത്ത സുഹൃത്തുക്കൾ പോലും ന്യായീകരിക്കുന്നില്ല. ഒരേ ആൾക്കാരായിരിക്കും ന്യായീകരിക്കുന്നത്. സഞ്ജയ് ഗാന്ധിയുടെ കൂടെ പൊളിറ്റിക്സിൽ വന്ന കുറെ പേരുണ്ട്, അവരൊക്കെ ന്യായീകരിക്കും. എന്ന് വെച്ചാൽ അവരെ ഇന്നത്തെ സ്ഥാനത്തിൽ ഇരുത്തിയിരിക്കുന്നത് സഞ്ജയ് ഗാന്ധിയും ആ എമർജൻസിയുടെ സഞ്ജയ് ഗാന്ധിക്കുള്ള ഉണ്ടായിരുന്ന അപ്രമാദിത്വമാണ്. അതുകൊണ്ട് നമുക്ക് അവരെ അത് മനസ്സിലാക്കാം. പക്ഷേ അതുപോലെ തന്നെ ബി.ജെ.പിക്ക് ഇതിലൊന്നും മസിൽ ഫ്ലെക്സിങ്ങിന്റെ യാതൊരു അവകാശവുമില്ല. കാരണം RSSനെ ബാൻ ചെയ്തപ്പോൾ RSS അങ്ങനെയല്ല, ഞങ്ങൾക്ക് നിങ്ങളുമായിട്ട് ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞ് ഓപ്പൺ ലെറ്റർ എഴുതിയ RSS നേതാവ് നയിക്കുന്ന, അല്ലെങ്കിൽ പൊളിറ്റിക്കലി നയിക്കുന്ന ഒരു പാർട്ടിയാണ് ബി.ജെ.പി. അപ്പൊ അവരുടെ സംവിധാന ഹത്യ എന്നൊക്കെ പറയുന്നത് നമുക്ക് ശശി തരൂരിന്റെ ഈ ചൊറിയൽ പോലെ നമുക്കൊരു ചിരി ഉണ്ടാക്കുന്ന സംഗതിയാണെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. കോൺഗ്രസിനെ സംബന്ധിച്ചോളം എനിക്ക് ഞാനെപ്പോഴും പറയാനുണ്ട്, കോൺഗ്രസ് പലരും പറയുന്നില്ല കോൺഗ്രസ് അപ്പോളജൈസ് ചെയ്യണം. അപ്പോളജൈസിന്റെ കാര്യമേ ഇല്ല. കാര്യം വെച്ചാൽ അവർ എമർജൻസി ഡിക്ലെയർ ചെയ്ത ഇന്ദിരാഗാന്ധി തന്നെയാണ് എമർജൻസി എടുത്തു കളയുകയും ഇലക്ഷൻ നടത്തുകയും തോൽക്കുമെന്ന് ഏകദേശം അറിയാവുന്ന ഒരു സിറ്റുവേഷനിൽ അവർ തോൽവി സമ്മതിച്ച് പ്രതിപക്ഷത്ത് 3 വർഷം ഇരിക്കുകയും എന്നിട്ട് ഒരു ദിവസം എന്തോ ജയിലിലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി. ഈ എമർജൻസി അട്രോസിറ്റിനെ കുറിച്ചുള്ള ഇതൊക്കെ വന്നപ്പോൾ അത് കഴിഞ്ഞ് ജനങ്ങളുടെ വിശ്വാസം വീണ്ടെടുത്ത് വീണ്ടും പ്രധാനമന്ത്രിയായി രാജ്യത്തിലെ ഒരു മേജർ ഭീകരവാദത്തെ തടയുന്ന സമയത്ത് അവർ കൊല്ലപ്പെടുകയാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല കോൺഗ്രസിന് ഒരു നാണക്കേട് ഇന്ന് തോന്നേണ്ട കാര്യമില്ല. അത് കോൺഗ്രസ് അത് ഡിക്ലെയർ ചെയ്ത ആള് തന്നെ അതിന്റെ തിക്തഫലം അനുഭവിക്കുകയും അവർ വീണ്ടും ജനങ്ങളെ വിശ്വാസം ആർജിക്കുകയും ചെയ്തു. അപ്പോൾ സംവിധാന ഹത്യ നടന്നിട്ടില്ല, സംവിധാൻ ഒരു ബ്രേക്ക് ഉണ്ടായി എന്ന് പറയാം. അപ്പൊ അത് ശശി തരൂർ ഇപ്പോൾ നേരത്തെയൊക്കെ പറഞ്ഞത് അതാണ്, അതൊരു ബ്രേക്ക് ആയിരുന്നു, ഒരു സ്പെഷ്യൽ സിറ്റുവേഷൻ ആയിരുന്നു. ഇന്ന് അദ്ദേഹത്തിന് പൊളിറ്റിക്കലി കൺവീനിയന്റ് ആണ് കോൺഗ്രസിനെ ഒന്ന് ചൊടിപ്പിക്കണം. അത് അദ്ദേഹം വളരെ വൃത്തിയായി ചെയ്യുന്നുണ്ട്. അദ്ദേഹം ഒരു ആർട്ടിക്കുലേറ്റ് റൈറ്ററാണ്. അതുകൊണ്ട് നമുക്ക് അദ്ദേഹത്തെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. അദ്ദേഹത്തിന്റെ സിറ്റുവേഷനിൽ അത് അദ്ദേഹത്തിന് ചെയ്തേ പറ്റത്തുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. സാർ ഈ പറഞ്ഞതുപോലെ 2 കാര്യങ്ങളാണ് സാർ പറഞ്ഞതിൽ എനിക്ക് വളരെ സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയ, അല്ലെങ്കിൽ കേൾക്കുന്ന ആർക്കും അതാണ് യാഥാർത്ഥ്യവും.
ഒന്നുകൂടെ ഒന്ന് കോൺഗ്രസിനെ ഒന്ന് പ്രൊവോക്ക് ചെയ്യുക എന്നുള്ളതാണോ, അല്ലെങ്കിൽ രണ്ടാമത്തേത് BJP ഒന്ന് സന്തോഷിപ്പിക്കുക എന്നുള്ളതാണോ എന്ന്? യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാരിന് അനുകൂലമായി പല തീരുമാനങ്ങളും ശശി തരൂർ ഈ അടുത്തെടുത്തിട്ടുണ്ട്. അദ്ദേഹം അത് തുറന്നു പറഞ്ഞിട്ടുമുണ്ട്. കോൺഗ്രസിനകത്ത് നിന്ന് തന്നെ, അല്ലെങ്കിൽ കോൺഗ്രസിനകത്തും പുറത്തും ശശി തരൂരിനെതിരായി പലതരത്തിലുള്ള വിമർശനങ്ങൾ ഇക്കാര്യത്തിൽ ഉയർന്നു വരുന്നുമുണ്ട്. നിലമ്പൂർ ഇലക്ഷൻ സമയത്തൊക്കെ നമുക്കറിയാം ശശി തരൂരിനെ ആ ഭാഗത്തേക്ക് കോൺഗ്രസ് അടുപ്പിച്ചിട്ടില്ല. രണ്ടാമത്തെ കാര്യം, അദ്ദേഹം എടുക്കുന്ന നിലപാടുകൾ കോൺഗ്രസിന് വലിയ തലവേദനയായി തീരുന്നു എന്നുള്ളതാണ്. പല നേതാക്കന്മാരും KC വേണുഗോപാലും VD സതീശനും ഉൾപ്പെടെയുള്ളവർ ഇക്കാര്യത്തിൽ ഒരു നിലപാട് തുറന്നു പറയാൻ സാധിക്കാതെ തരൂരിനെ തള്ളാനും കൊള്ളാനും വയ്യാത്ത നിലയിലാണ് കോൺഗ്രസ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ അക്ഷരാർത്ഥത്തിൽ സാർ പറഞ്ഞ ആ രണ്ടാമത്തെ കാര്യമാണ് സ്റ്റെക്കായി നിൽക്കുന്നത്. BJP-യെ സന്തോഷിപ്പിക്കുക എന്നുള്ള ഒരു നയം, അല്ലെങ്കിൽ അത്തരം ഒരു തന്ത്രം, അല്ലെങ്കിൽ അത്തരം ഒരു പ്ലാനിങ് ശശി തരൂർ അറിഞ്ഞോ അറിയാതെയോ എക്സിക്യൂട്ട് ചെയ്യുന്നു എന്ന് വേണ്ടേ നമുക്ക് ഇത്തരം ലേഖനങ്ങളിലൂടെ, അദ്ദേഹത്തിന്റെ ചില പരാമർശങ്ങളിലൂടെ, എക്സിൽ വരുന്ന ചില പോസ്റ്റുകളിലൂടെയൊക്കെ മനസ്സിലാക്കാൻ? ശരിയാണ്. അദ്ദേഹം ഇപ്പോൾ കേന്ദ്ര പ്രൈം മിനിസ്റ്റർ മോഡിയുമായിട്ട് വളരെ അടുത്ത് നിൽക്കുകയാണ്. അതിന് കാരണം ഈ പഹൽഗാം അറ്റാക്കിന് ശേഷം നടന്ന ഈ രാജ്യാന്തര വിസിറ്റുകള്, അതിന്റെ ആ ഒരു ഇമ്പാക്ട് തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം BJP-യിലേക്ക് ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ BJP-യുടെ ഐഡിയോളജി സ്വീകരിച്ച് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹത്തിന്റെ വളരെ സീനിയർ ആയിട്ടുള്ള തിരുവനന്തപുരത്തുള്ള മലയാളി ഫ്രണ്ട്സുമായിട്ട് അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട്. എനിക്ക് BJP-യിൽ പോകാൻ പറ്റിയില്ല. അദ്ദേഹം ലോകമെമ്പാടും അറിയുന്ന ഒരു നെഹ്റുവിയൻ ലിബറലിസ്റ്റ് ആണ്. അങ്ങനെയുള്ളവർക്ക് ഒരു ഫണ്ടമെന്റലിസ്റ്റ് ആറ്റിറ്റ്യൂഡ് ഉള്ള പാർട്ടിയിലേക്ക് പോകാന്ന് പറഞ്ഞാൽ അത് ഓരോരുത്തർ പറഞ്ഞാൽ ഒരു ഇന്റലക്ച്വൽ സൂയിസൈഡ് ആണ്. അത് അദ്ദേഹത്തെ പോലെ റൈറ്റർ ഇന്ന് അദ്ദേഹത്തിന് 70 പരം വയസ്സുണ്ട്. അങ്ങനത്തെ ഒരു സ്റ്റേജിൽ എന്തിനു വേണ്ടിയാണെങ്കിലും ചെയ്യുക എന്ന് പറയുന്നത് തികച്ചും ആത്മഹത്യാപരമാണ്, ഇന്റലക്ച്വലി ആത്മഹത്യാപരമാണ്. അത് അദ്ദേഹത്തിന് മുതിരുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം ഇതൊക്കെ കോൺഗ്രസിന്റെ പ്രശ്നമാണ്. കോൺഗ്രസ് എന്ന പാർട്ടി ഡിസിഡൻസിനെ അല്ലെങ്കിൽ ഡിഫറെന്റ് വോയിസിനെ എപ്പോഴും ഹാൻഡിൽ ചെയ്തിരുന്നു. നെഹ്റുവിന്റെ സമയത്ത് പല കഥകളും ഞാൻ കേട്ടിട്ടുണ്ട്. മിസ്റ്റർ ടണ്ടൻ, പ്രശാന്ത് അല്ല, ഒരു ടണ്ടൻ, അദ്ദേഹത്തിന്റെ പേര് ഞാൻ ശരിക്കും ഓർക്കുന്നില്ല, ആദ്യത്തെ പേര്, കോൺഗ്രസ് പ്രസിഡന്റായിട്ട് AICC പ്രസിഡന്റായി ഇലക്ട് ചെയ്തു. അദ്ദേഹം വളരെ പ്രകടമായി RSS അല്ലെങ്കിൽ ഹിന്ദുത്വ മനോഭാവമുള്ള മനുഷ്യനായിരുന്നു. നെഹ്റു ചെയ്ത പ്രൈം മിനിസ്റ്റർ നെഹ്റു വർക്കിംഗ് കമ്മിറ്റിയിൽ നിന്ന് രാജിവെച്ചു. ഇങ്ങനെയുള്ള ആരുടെ പ്രസിഡന്റിന്റെ കൂടെ എനിക്കിരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. മിസ്റ്റർ ടണ്ടൻ അത് കേട്ട് എല്ലാവരും ഭയങ്കര ഇതായി, പണ്ഡിറ്റ് ജി രാജിവെക്കുന്നു. മിസ്റ്റർ ടണ്ടൻ രാജിവെച്ചു. പണ്ഡിറ്റ് ജി ഇത്രയും വലിയ പ്രശ്നമാണെങ്കിൽ എന്റെ വ്യൂസ് ഞാൻ കീപ്പ് ചെയ്യുന്നു, ഞാൻ മാറി നിൽക്കുന്നു, കോൺഗ്രസ്സുകാരനായിട്ട് തന്നെ മാറി നിൽക്കുന്നു. അപ്പോൾ വേറെ ഒരാളെ എലക്ട് ചെയ്തു. അപ്പൊ അങ്ങനെ കോൺഗ്രസിന് കോൺഗ്രസ് ശരിക്കും ഒരു ഡെമോക്രാറ്റിക് പാർട്ടി ആയിരുന്നു, ഡെമോക്രാറ്റിക് പ്ലാറ്റ്ഫോം ആയിരുന്നു. അതിന്റെ ആ ചരിത്രം അറിയാത്തവർ നേതൃത്വത്തിലുള്ളപ്പോൾ ഞാൻ പലപ്പോഴും പറയാണ്ട് ഒരുതരം ഫാമിലി ഫാൻ ക്ലബായിട്ട് മാറുന്നു എന്ന് സംശയിക്കാവുന്ന രീതിയിൽ പോകുന്ന ഒരു ആറ്റിറ്റ്യൂഡ് വരുമ്പോൾ ആശയങ്ങളൊക്കെ ഉള്ളു. അല്ലാതെ ഐഡിയോളജിക്കലായിട്ട് ഡെമോക്രാറ്റിക് പാർട്ടി ആണെങ്കിൽ ശശി തരൂരിനെ ഉൾക്കൊള്ളാൻ അവർക്ക് കഴിയണം. അദ്ദേഹം ലോകം അറിയപ്പെടുന്ന ഒരു ലിബറൽ നെഹ്റുവൻ ചിന്താഗതിക്കാരനാണ്. അദ്ദേഹത്തിനെ ഉൾക്കൊള്ളാൻ കോൺഗ്രസിന് കഴിയുന്നില്ലെങ്കിൽ എനിക്ക് തോന്നുന്ന പ്രശ്നം കോൺഗ്രസിന്റെയാണ്, ശശി തരൂരിന്റെ അല്ല. ശശി തരൂർ ഈ രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ അദ്ദേഹം ചില പ്രാക്ടിക്കൽ രാഷ്ട്രീയ പൊസിഷൻസ് എടുക്കും. അതാണ് അദ്ദേഹം BJP-യുമായിട്ട് ക്ലോസ് ആവുന്നത് നമുക്കൊക്കെ തോന്നുന്നത്. പക്ഷെ അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് ടോക്കിലും ഞാൻ കേട്ടത് അദ്ദേഹത്തിന് ഒരിക്കലും BJP-യിൽ ചേരാൻ പറ്റത്തില്ല. അദ്ദേഹം ഇന്റർനാഷണൽ ലെക്ചർ സർക്യൂട്ടിലുള്ള ഒരു മനുഷ്യനുണ്ട്. വളരെ വളരെ കുറച്ച് ഇന്ത്യക്കാരെ ഉണ്ടാകത്തുള്ളൂ ഇപ്പോൾ ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരാള് അങ്ങനെയൊക്കെ ഈ ഐഡിയോളജിക്കലി തകടം പറഞ്ഞാൽ ഈ ലെക്ചർ സർക്യൂട്ടും ഒക്കെ അടയ്ക്കപ്പെടും. അപ്പൊ അങ്ങനെ അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞ പോലെ ഒരു ഇന്റലക്ച്വൽ സൂയിസൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ ഓപ്ഷനാണ്. എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഇത് കോൺഗ്രസ്
എങ്ങനെ ഡിസെൻഡിങ് വോയിസിനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതിന്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. അത് പലപ്പോഴും കോൺഗ്രസ് ഈയിടയിൽ പല പലരും വ്യക്തിപരമായ കാരണം കൊണ്ട് പുറത്താക്കപ്പെട്ടു. ഇദ്ദേഹം ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ ഡ്യൂ എനിക്ക് കിട്ടേണ്ടത് കിട്ടുന്നില്ല, എന്റെ അദ്ദേഹത്തിന്റെ ഒരു വിധത്തിൽ പറഞ്ഞ ഒരു ലാസ്റ്റ് സ്റ്റേജ് ഓഫ് പൊളിറ്റിക്കൽ ലൈഫാണ്, അവിടെ കിട്ടേണ്ടത് കിട്ടുന്നില്ല, അദ്ദേഹത്തിന് കിട്ടുന്ന ഇമ്പോർട്ടൻസ് കിട്ടുന്നില്ല എന്നൊക്കെ തോന്നുന്ന ഒരു മനുഷ്യനെ അക്കോമഡേറ്റ് ചെയ്യാൻ കോൺഗ്രസ് എനിക്ക് തോന്നുന്നത് ശ്രമിക്കേണ്ടതാണ്. ശ്രമിക്കുന്നില്ലെങ്കിൽ അത് അദ്ദേഹത്തെ പോലുള്ള ഒരാള് പലരും പറയാനുണ്ട്, കേരളത്തിൽ പലരും പറയാനുണ്ട് ഇയാൾക്ക് എന്ത് സ്വാധീനമാണ്. അദ്ദേഹം ഇന്ത്യയിലെ അറിയപ്പെടുന്ന, അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നത് പ്രൈം മിനിസ്റ്റർ മോഡി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള ഒരു ദേഹമാണ് അദ്ദേഹം. അപ്പം അദ്ദേഹം പറയുന്നത് ലോകമെമ്പാടും ആൾക്കാർ, ഇന്ത്യയിലും എമ്പാടും ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ട്, അദ്ദേഹത്തെ അതിനെപ്പറ്റി റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. ഇവിടൊക്കെ ഡൽഹിയിലെ മിക്ക ഈ രാഷ്ട്രീയ ഒബ്സർവേഴ്സും ജേർണലിസ്റ്റുകളും കരുതുന്നത് അദ്ദേഹം BJP-യിലേക്ക് ജോയിൻ ചെയ്യാൻ പോകുന്നതാണ്. ആ രീതിയിലുള്ള ഒരു ടോക്കാണ്. പക്ഷെ ഇതേ മനുഷ്യനെ തന്നെ അദ്ദേഹത്തിന്റെ മുൻ ഭാര്യ മരിച്ചപ്പോൾ അദ്ദേഹമാണ് കൊല ചെയ്തു എന്ന് ഉള്ള ഒരു അക്യൂസേഷനിലെ കുറെ നാള് പോലീസ് അദ്ദേഹത്തിന്റെ പുറകിലുണ്ടായിരുന്നു. അത് BJP-യുടെ ഒരു തന്ത്രമാണ്, അദ്ദേഹത്തെ പോസ്റ്റ് പുറത്തി അടിക്കാൻ എന്ന് പറയുന്ന ഒരു സ്ഥിതിവിശേഷവും ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മറന്നുകൂടാ. ഇതൊക്കെ എനിക്ക് തോന്നുന്നില്ല ശശി തരൂർ മറന്നുകൊണ്ട് ഞാൻ നാളെ BJP-യിൽ പോയി വാഷിംഗ് മെഷീൻ, പണ്ടെന്ന് പറഞ്ഞ പോലെ BJP എന്ന വാഷിംഗ് മെഷീനിൽ പോയി ഞാൻ ശുദ്ധി കൊടും എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ രാഷ്ട്രീയമായ അദ്ദേഹത്തിന് ചിലതൊക്കെ ചെയ്തേ പറ്റത്തുള്ളൂ. അത് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് എനിക്ക് പറയാനുള്ളൂ. എന്തായാലും ഈ പറഞ്ഞതുപോലെ ശശി തരൂർ നടത്തിയിരിക്കുന്ന അടിയന്തരാവസ്ഥയെ സംബന്ധിച്ച്, ഇന്ദിരാഗാന്ധിയെ സംബന്ധിച്ചൊക്കെ നടത്തിയിരിക്കുന്ന പരാമർശങ്ങൾ, ലേഖനത്തിലെ വാക്കുകളൊക്കെ ശശി തരൂർ BJP-യിലേക്ക് വരുന്നു എന്നുള്ളൊരു സൂചനയാണെന്ന് കരുതിയ ചെറിയാൻ സാർ സൂചിപ്പിച്ചതുപോലെ വിശ്വപൗരനാണ് അദ്ദേഹം. അദ്ദേഹത്തെ പോലെ പലതരത്തിലുള്ള നിലപാടുകൾ എടുത്തിട്ടുള്ള, ലോകത്തിന് അല്ലെങ്കിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിനുൾപ്പെടെ മാതൃകയാക്കാവുന്ന തരത്തിൽ അദ്ദേഹം എടുത്ത പല നിലപാടുകൾക്കും എതിരായിട്ട് സംഭവിക്കും. മാത്രമല്ല അദ്ദേഹം എടുക്കുന്ന അത്തരം ഒരു തീരുമാനം ആത്മഹത്യാപരം എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കേണ്ടിയും വരും. എന്തായാലും വ്യക്തമാണ്. താങ്ക് യു ചെറിയൻ സർ.